ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകപ്രശസ്തമായ ഒരു നാടോടിക്കഥയുണ്ട്. ആ നാടോടിക്കഥയുടെ പേര് പ്രകാരമാണ് പൈഡ് പെപ്പർ ഓഫ് ഹാലിൻ എന്നാണ്. പൈഡ് പെപ്പർ ഓഫ് ഹാംലിൻ എന്ന നാടോടിക്കഥ നടക്കുന്നത് ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാംലിൻ എന്ന പട്ടണത്തിലാണ്. ആ കഥ ഇപ്രകാരമാണ്. ആ നാട്ടുകാർക്ക് നിരന്തരമായി ശല്യമുണ്ടാക്കുന്ന ജീവിയായി എലികൾ മാറാൻ തുടങ്ങി. ധാരാളം എലികളെ കൊണ്ട് നാട്ടുകാർ വല്ലാതെ പ്രയാസപ്പെട്ടു, ബുദ്ധിമുട്ടി. ആ സമയത്ത് ആ നാടിന്റെ മേയർ ആരെങ്കിലും എലികളെ ഈ നാട്ടിൽ നിന്നും ഓടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് 1000 ഗിൽഡർ വാഗ്ദാനം ചെയ്തു. ഗിൽഡർ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ പഴയ സ്വർണ്ണ നാണയമാണ്. 1000 സ്വർണ്ണ നാണയം വാഗ്ദാനം ചെയ്തു. ആ സമയത്താണ് ആ നാട്ടിലേക്ക് മറ്റൊരു നാട്ടിൽ നിന്നും വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു കുഴലൂത്തുകാരൻ കടന്നു വരുന്നത്. ആ കുഴലൂത്തുകാരൻ മേയറുടെ ഈ വാഗ്ദാനത്തിൽ മതിമറന്നുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കുഴലിൽ ഊതാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മധുരോദരമായ ശബ്ദം കേട്ട് നാടിന്റെ പല ഭാഗത്തു നിന്നും എലികൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പാഞ്ഞു വന്നു. ഇദ്ദേഹം മൂത്ത് തുടർന്നു. അവസാനം ഇദ്ദേഹം ഒരു നദിക്കരയിലെത്തുകയും തന്റെ കൂട്ടത്തിൽ വന്ന എലികളെ മുഴുവനും ഈ നദിയിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. അങ്ങനെ നാടിനെ അദ്ദേഹം രക്ഷപ്പെടുത്തുകയാണ്. അപ്പൊ ഇദ്ദേഹം ഈ വാഗ്ദാനം പൂർത്തീകരണത്തിന് വേണ്ടി മേയറെ സമീപിച്ചു. മേയർ ഈ വാഗ്ദാനം പൂർത്തീകരിക്കാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, 1000 സ്വർണ്ണ നാണയം തരാൻ എനിക്ക് മനസ്സില്ല. ഇദ്ദേഹത്തിന് അമർഷമായി. ഇദ്ദേഹം അങ്ങനെയാണോ എങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇദ്ദേഹം തന്റെ കുഴലിന്റെ മാസ്മരിക ശക്തി വീണ്ടും പുറത്തെടുത്തു. ഇദ്ദേഹം വീണ്ടും ആ പട്ടണത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കുഴലൂതാൻ തുടങ്ങി. ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം ഇദ്ദേഹത്തിന്റെ വട്ടം കൂടുകയും ഇദ്ദേഹം ആ കുട്ടികളെയും തെളിച്ചുകൊണ്ട് ഏതോ ഒരു പ്രദേശത്തേക്ക് കടഞ്ഞു കളയുകയും ചെയ്തു എന്നാണ് ആ കഥ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹാംലിൻ പട്ടണത്തിലെ കുഴലൂത്തുകാരനെ പോലെ നമ്മുടെ കുട്ടികളെ നാം അറിയാതെ ഏതോ പ്രദേശത്തേക്ക് തെളിച്ചുകൊണ്ടുപോവുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ശക്തി സമൂഹത്തിൽ മുഴുവനും പടർന്നു പിടിച്ചിരിക്കുകയാണ്. ആ ശക്തി മറ്റൊന്നുമല്ല, പഴയകാലത്ത് യുദ്ധക്കളത്തിൽ തന്റെ പട്ടാളക്കാർക്ക് മരണഭയം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി രജപുത്ര രാജാക്കന്മാർ അവരുടെ പട്ടാളക്കാർക്ക് നൽകിയിരുന്ന കഞ്ചാവാണ് ഇന്ന് സമൂഹത്തെ അടിമുടി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ശക്തി. ആ മയക്കുമരുന്നിന്റെയും ആ കഞ്ചാവിന്റെയും പിറകെയാണ് സമൂഹം. കലാലയങ്ങൾ മയക്കുമരുന്നുകളുടെ കേന്ദ്രങ്ങളായി മാറുന്നു. പ്രിയപ്പെട്ട കുട്ടികൾ, വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന്റെ ഇടനിലക്കാരായി മാറുന്നു. സമൂഹത്തെ നല്ലത് പഠിപ്പിക്കേണ്ട ആളുകൾ പോലും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ധ്വജവാഹകരായി രൂപാന്തരം പ്രാപിക്കുന്നു. ഈ സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്തരത്തിലുള്ള തിന്മയിലേക്ക് ചേർന്നു പോകാനുള്ള കാരണമെന്താണ്? ഇത്തരത്തിലുള്ള തിന്മയിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള മാർഗമെന്താണ്? ഒന്നാമത്തേത് കാരണം നാം അറിയണം. ഇത്തരത്തിലുള്ള തിന്മകളുടെ ആളുകളായി മാറാനുള്ള ഒന്നാമത്തെ കാരണമായി വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, അൽ ജഹ്ലു ബി അഹ്കാമിദ്ദീൻ, ദീനിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഹറാമേത് ഹലാലേത്, അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയത്തെ കുറിച്ച് അറിയില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള തിന്മയുടെ ആളുകളായി മാറും. അവിവേകികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോട്ടത്തിൽ ഈ തിന്മകളെല്ലാം നന്മകളായി അവർക്ക് തോന്നും. ഇതൊരിക്കലും തിന്മയാണെന്ന് അവർക്ക് തോന്നുകയില്ല.
മദ്യപിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനോടത് തിന്മയാണെന്ന് പറഞ്ഞാൽ അവനത് ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിസമ്മതം അവനിൽ നിന്നുണ്ടാവുന്നത്? അതുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിന്റെ നിയമങ്ങളെ കുറിച്ച് ബോധമില്ലാത്തതാണ്. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ ഉബൂറുൻ മുഷ്തബിഹാത്ത്. പ്രവാചകൻ പറഞ്ഞു, ഹറാം വ്യക്തമാണ്, ഹലാലും വ്യക്തമാണ്. ആ ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുമുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. ആ വിഷയങ്ങളെ കുറിച്ച് ജനങ്ങളിൽ ഭൂരിഭാഗത്തിനും അറിയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചുരുക്കത്തിൽ ദീനിന്റെ നിയമങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. റോഡിലൂടെ നടക്കുന്ന ഒരു മനുഷ്യന് റോഡ് നിയമങ്ങളെ കുറിച്ച് അറിയാം. സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് സമൂഹത്തിലെ നിയമങ്ങളെ കുറിച്ച് അറിയാം. ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളെ കുറിച്ച് അവന് ബോധ്യമുണ്ട്. പക്ഷെ അവൻ മുസ്ലിം ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും അവഗാഹമുള്ള മനുഷ്യനാണെങ്കിലും അള്ളാഹുവിന്റെ നിയമത്തെ കുറിച്ച്, ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തിനെ കുറിച്ച് യാതൊന്നും അവൻ അറിവുണ്ടായിരിക്കുകയില്ല. അപ്പൊ അറിവില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തിന്മകളെ നന്മകളായിട്ട് അവൻ കാണും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, അഫമൻ സുയ്യിന ലഹു സൂഉ അമലി ഫറആഹു ഹസനാ. ഏതൊരുത്തനാണോ തിന്മകളെ നന്മകളായിട്ട് കാണുന്നത്, ഏതൊരുവന്റെ മുമ്പിലാണോ തിന്മകൾ നന്മകളായി നല്ല സുന്ദരമായി രൂപം പ്രാപിച്ചുകൊണ്ട് നിർത്തപ്പെടുന്നത്, ഫറആഹു ഹസനാ, അവനാ തിന്മകളെ നന്മകളായി കാണുകയും അതിനെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഖുർആൻ പറയുകയാണ്, ചില ആളുകളുണ്ട് അവരുടെ മുമ്പിൽ തിന്മകൾ നന്മകളായി രൂപം പ്രാപിക്കുകയാണ്, എന്നിട്ട് ആ തിന്മകളെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഉപയോഗിക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയും അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ പിഴപ്പിച്ചു കളയുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ. ഇതാണ് ഒന്നാമത്തെ കാരണം. ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് ബോധമില്ലാതെ തിന്മകളെ നന്മകളായിട്ട് കണക്കാക്കുന്ന സമൂഹം മദ്യത്തിന്റെ ദൂഷ്യവശത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരീക്ഷണം. ആ പരീക്ഷണം അതിന്റെ ഗൗരവതരമായ കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ അദ്ദേഹം മദ്യത്തിലേക്ക് മണ്ണിരയിട്ടപ്പോൾ ആ മണ്ണിര നിമിഷ നേരം കൊണ്ട് മദ്യത്തിൽ അലിഞ്ഞു ചേർന്ന് ഇല്ലാതായി പോയി. പരീക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം മുമ്പിലുണ്ടായിരുന്ന മദ്യപാനിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് മനസ്സിലായി? ആ മദ്യപാനി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മദ്യം കഴിച്ചാൽ വയറ്റിലെ മണ്ണിരകളെല്ലാം നശിക്കുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ഇതാണ് തിന്മയെ നന്മയായിട്ട് കാണുന്നു. മദ്യപാനിയോട് മദ്യത്തിന്റെ ദൂഷ്യവശത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുണ്ട് വിൻസെന്റ് ചർച്ചിൽ. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും മദ്യപിക്കുകയാണ്. വെള്ളം കലർത്തിയാണ് അവരെ മദ്യപിക്കുന്നത്. വെള്ളം കലർത്തിയുള്ള മദ്യപാനത്തിന് ശേഷം രണ്ടുപേരും പൂസായി. രണ്ടുപേരുടെയും ബോധം മറഞ്ഞു. ബോധം മറഞ്ഞതിന് ശേഷം ഇവര് മദ്യത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് സംസാരിച്ചു. അവസാനം ഇവരെത്തിയ നിഗമനം എന്താണെന്നറിയോ? മദ്യത്തിനല്ല കുഴപ്പം, മദ്യത്തിൽ ചേർത്ത വെള്ളത്തിനാണ് കുഴപ്പം. ഇതാണ് മദ്യപാനിയുടെ കുഴപ്പം. തിന്മകളെ അവൻ നന്മകളായിട്ട് കാണുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, അഫമൻ സുയ്യിന ലഹു സൂഉ അമലി, ആർക്കാണോ അവന്റെ ദുഷ്കർമ്മങ്ങൾ നന്മകളായി തോന്നിപ്പിക്കപ്പെടുന്നത്, ഫറആഹു ഹസനാ, അതിനെ അവൻ നന്നായി കാണുകയും ചെയ്താൽ അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും നല്ലവരെ പോലെ ആവുകയില്ല എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അപ്പോ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി സമൂഹം മാറാനുള്ള ഒന്നാമത്തെ കുഴപ്പമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, അവന്റെ വിശാലമായ ശരീഅത്തിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്തതാണ്. രണ്ടാമത്തെ കുഴപ്പമായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ളുഅഫുൽ വിസാഇ ദീനിയ്യി,
ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഇല്ലാതായി പോകുന്നതാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ശരിയായ ദീനീ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇത്തരത്തിലുള്ള തിന്മകളുടെ അടിമകളായി മനുഷ്യൻ മാറാനുള്ള കാരണം. ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ഒരു കണിക പോലുമില്ലെങ്കിൽ അവൻ തിന്മകൾ യാതൊരു മടിയും യാതൊരു ലജ്ജയും ഇല്ലാതെ ചെയ്യാൻ തുടങ്ങും. ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ഒരു കണിക പോലുമില്ലെങ്കിൽ അവൻ തിന്മകൾ യാതൊരു ലജ്ജയും യാതൊരു ഭയവും ഇല്ലാതെ ചെയ്യാൻ തുടങ്ങും. അവൻ സന്മാർഗത്തിനു പകരം ദുർമാർഗത്തെ തെരഞ്ഞെടുക്കും. അവൻ പാപത്തിന്റെയും ശാരീരികമായ ഇച്ഛയുടെയും മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. അവസാനം ശൈത്താന്റെ വസ്വാസിന് ഉത്തരം നൽകിക്കൊണ്ട് പിശാചിന്റെ അടിമകളായി അവൻ മാറുകയും ചെയ്യും. ഇതാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനില്ലാത്ത മനുഷ്യർക്കുണ്ടാകുന്ന കുഴപ്പം. അവർ മഗ്ഫിറത്തിന് പകരം നരകത്തെ തിരഞ്ഞെടുക്കുന്നവരാണ്. സ്വർഗത്തിന് പകരം ദുനിയാവിന്റെ താൽക്കാലികമായ സുഖങ്ങളെ തിരഞ്ഞെടുക്കുന്നവരാണ്. സന്മാർഗത്തിന് പകരം ദുർമാർഗത്തെ തിരഞ്ഞെടുക്കുന്നവരാണ്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞതുപോലെ ആരാണോ പിഴച്ചുപോയവൻ, ആരാണോ ദുനിയാവിന്റെ ജീവിതം തിരഞ്ഞെടുത്തവൻ, തീർച്ചയായും അവന്റെ സങ്കേതം നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ആരാണോ റബ്ബിന്റെ ഉന്നതമായ സ്ഥാനത്തെ ഭയപ്പെട്ടവൻ, അതോടൊപ്പം സ്വന്തം ശരീരത്തെ ശാരീരികമായ ഇച്ഛകളിൽ നിന്ന് സംരക്ഷിക്കുന്നവരാരാണോ, തീർച്ചയായും സ്വർഗമാണ് അവന്റെ ആസ്ഥാനമെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അപ്പൊ ഖുർആൻ രണ്ടാമത് പറയുന്ന കാരണം ഇതാണ്, ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഇല്ലാതായി പോകുന്നതാണ്. വിശ്വാസപരമായ യാതൊരു നന്മയും യാതൊരു നേട്ടവും ഹൃദയാന്തരങ്ങൾക്കുള്ളിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഇത്തരത്തിലുള്ള തിന്മകളുടെ അടിമകളായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മൂന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, കുടുംബപരമായ പ്രശ്നങ്ങളാണ്. സമൂഹത്തിൽ ഇത്രത്തോളം മദ്യപാനികളുടെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെയും എണ്ണം വർദ്ധിക്കാനുള്ള മൂന്നാമത്തെ കാരണം കുടുംബപരമായ പ്രശ്നങ്ങളാണ്. കുടുംബത്തിലുണ്ടാകുന്ന രണ്ടു തരത്തിലുള്ള പ്രശ്നങ്ങൾ മക്കളെ മയക്കുമരുന്നിന്റെ അടിമകളാക്കി മാറ്റുന്നു. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും ചൊവ്വല്ലെങ്കിൽ ആ ഭാര്യയും ഭർത്താവും അധിവസിക്കുന്ന കുടുംബത്തിൽ നിന്നും നല്ല ഉൽപ്പന്നങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല. മാതാപിതാക്കളുടെ അടി കണ്ട് വളരുന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ ജീവിക്കുന്ന മകനെ സംബന്ധിച്ചിടത്തോളം, മകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമാധാനം നഷ്ടപ്പെടുന്നു, അവന്റെ ശാന്തി നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായും കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട ശാന്തിക്ക് പകരം ആ ശാന്തി പകർന്നു നൽകുന്ന, സമാധാനം പകർന്നു നൽകുന്ന മയക്കുമരുന്ന് കേന്ദ്രങ്ങളിലേക്ക് ഇവൻ ചേക്കേറാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ മാതാപിതാക്കൾ ചൊവ്വല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജീവിക്കുന്ന മക്കൾ ഇത്തരത്തിലുള്ള തിന്മകളുടെ അടിമകളായി മാറും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മാതാപിതാക്കൾ മക്കളോട് നടത്തുന്ന സമീപനത്തിലുണ്ടാകുന്ന വിഷയമാണ്. ഒരു കുടുംബത്തിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ ആ രണ്ട് മക്കളോടുമുള്ള സ്നേഹത്തിന് വ്യത്യാസം കാണിച്ചാൽ തീർച്ചയായും സ്നേഹം തനിക്ക് കുറവ് മാത്രമാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുന്ന മകൻ അല്ലെങ്കിൽ മകൾ, അവർ സ്വാഭാവികമായും ഈ തിന്മയുടെ അടിമയായി മാറുന്നു. എന്നെ എന്റെ മാതാവ് സ്നേഹിക്കുന്നില്ല, എന്നെ എന്റെ പിതാവ് സ്നേഹിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള പിതാക്കന്മാരെ, നിങ്ങളുടെ കുടുംബത്തിൽ രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ ഒരേപോലെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അധികമായ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ പാടില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വരുത്തി തീർക്കണം. ഒരിക്കലും അധികമായ സ്നേഹത്തെ ഒരാളുടെ മുമ്പിൽ മാത്രം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം കിട്ടാതെ പോകുന്ന മക്കൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളുടെ അടിമകളായി മാറുന്നുവെന്ന് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് മൂന്നാമത്തെ കാരണം. അപ്പൊ കുടുംബം ചൊവ്വാവണം. നാലാമതായി ഇസ്ലാം പറയുന്നത് ചീത്ത കൂട്ടുകെട്ടാണ്. കൂട്ടുകെട്ടിലൂടെയാണ് പലതരത്തിലുള്ള തിന്മകൾ കടന്നു വരുന്നത്. ഒരാളുടെ സൗഹൃദം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവനും ഒരിക്കലും ജീവിതത്തിൽ നന്മ ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം കൂട്ടുകെട്ട് നന്നാക്കണമെന്ന് പറയുന്നത്. അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ കൂട്ടുകാരന്റെ മതത്തിൽ,
മതത്തിലാണ്, കൂട്ടുകാരന്റെ മതത്തിലാണ്. നിങ്ങൾ ആരോടാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകെട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ ചിലപ്പോൾ മോശമായ കൂട്ടുകാരൻ കാരണമാകുമെന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചാപ്പയായ അബൂ താലിബ്, ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ ആ മനുഷ്യന്റെ അടുക്കൽ നിന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രിയപ്പെട്ട കൊച്ചാപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, എങ്കിൽ ഉഹാജ്ജൂക ബിഹി ഇൻദല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നാളെ തർക്കിക്കുന്നതാണ്. ആരുടെ അടുക്കൽ നിന്നുകൊണ്ടാണ് പറയുന്നത്? അബൂ താലിബിന്റെ അടുക്കൽ നിന്നുകൊണ്ടാണ്. ആ സമയത്ത് അബൂ താലിബിന്റെ കൂട്ടുകാരന്മാരായ അബൂ ജഹൽ, അബ്ദുല്ലാഹ് ഇബ്നു ഉമയ്യ തുടങ്ങിയ മുശ്രിക്കീങ്ങൾ സമീപത്തുണ്ട്. അവർ അബൂ ജഹലിന്റെ കാതിൽ മന്ത്രിച്ചു, അബൂ ജഹലെ, മരിക്കുന്ന സമയത്ത് നീ മുഹമ്മദിന്റെ കൂടെ കൂടിയാൽ മരണാനന്തരം ആളുകൾ നിന്നെ കുറിച്ച് മോശം പറയും. അതുകൊണ്ട് നീ മുഹമ്മദിനോട് പറയണം, ഞാൻ ഒരിക്കലും നിന്റെ കൂടെ കൂടാൻ തയ്യാറല്ല, ഞാൻ ഇപ്പോഴും എന്റെ മുൻഗാമിയായ അബ്ദുൽ മുത്തലിബിന്റെ മതത്തിലാണുള്ളത് എന്ന് നീ പ്രഖ്യാപിക്കണമെന്ന് ആ നശിച്ച കൂട്ടുകാർ അബൂ താലിബിനോട് പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് അവസാനം അബൂ താലിബ് പറയുന്നത്, മുഹമ്മദേ, നീ എന്നെ എത്ര ഉപദേശിച്ചാലും, നീ എന്നെ എത്ര നസീഹത്ത് നടത്തിയാലും, നീ എന്നോട് എത്ര വഅദ് പറഞ്ഞാലും ഞാൻ നിന്റെ മതത്തിലേക്ക് വരാൻ തയ്യാറല്ല. അതുകൊണ്ട് വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, എനിക്കറിയാം ഏറ്റവും നല്ല മതം ഇസ്ലാമാണെന്ന്. പക്ഷെ മരണസമയത്ത് ഞാൻ കൂടുമാറിയാൽ, ഞാൻ പാർട്ടി വിട്ടാൽ മരണാനന്തരം എന്നെ ആക്ഷേപിക്കാൻ ആളുകളുണ്ടാവും. അതുകൊണ്ട് ഞാൻ വരാൻ തയ്യാറല്ല എന്ന് അബൂ താലിബ് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് ആ മനുഷ്യൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിനെ തൊട്ട് ആ മനുഷ്യനെ തടഞ്ഞത് അദ്ദേഹത്തിന്റെ ചീത്ത കൂട്ടുകാരന്മാരായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് കൂട്ടുകെട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി മദ്യപിക്കുന്നവർ, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, കൂട്ടുകാർക്ക് വേണ്ടി കഞ്ചാവ് വലിക്കുന്നവർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ വാർത്തകൾ നാം പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നുണ്ട്. കൂട്ടുകാരൻ അവനെ പിണക്കണ്ട, അവനെ പിണക്കി കഴിഞ്ഞാൽ എന്റെ പഴയ രഹസ്യങ്ങളൊക്കെ ആളുകൾ അറിയും എന്ന് വിചാരിച്ച് അവന്റെ മുഴുവൻ തിന്മകൾക്കും കൂട്ടുനിൽക്കുകയും അവസാനം അതിലൂടെ നശിച്ച ലോകത്തേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കൂട്ടുകാരന്മാർ ആരൊക്കെയാണെന്ന് പരിശോധിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിന്നെ കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല, നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പരിശോധിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു തആല. ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എന്റെ കൂട്ടുകാരൻ ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂട്ടുകെട്ട് മോശമായി കഴിഞ്ഞാൽ തീർച്ചയായും മക്കള് ഏറ്റവും വലിയ തിന്മയുടെ അടിമകളായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സുപ്രധാനമായി ഈ കാരണങ്ങൾ, ഒന്ന് കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, രണ്ട് കൂട്ടുകാരന്മാരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മൂന്നാമത്തേത് ഹൃദയത്തിലുള്ള ഈമാനിന്റെ കുറവ്, നാലാമത്തേത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഈ 4 കാരണങ്ങളാണ് അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കഞ്ചാവ് പോലെയുള്ള, കറുപ്പ് പോലെയുള്ള, മദ്യം പോലെയുള്ള തിന്മയുടെ ആളുകളാക്കി മാറ്റാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്ന് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം. ഇതിനുള്ള പരിഹാരവും ഇസ്ലാം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് അത്താഅത്തുല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ വഴിപ്പെടുക എന്നുള്ളതാണ്. ഇത്തരം തിന്മകളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് അല്ലാഹുവിനെ കുറിച്ച് പറയുക, കാരുണ്യവാനായ അല്ലാഹുവിനെ കുറിച്ച് പറയുക. കുളിക്കുന്ന സമയം കുളിക്കടവിലേക്ക് കടന്നു വന്ന അപരിചിതനായ വ്യക്തിയോട് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ, കാരുണ്യവാനായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അവിടെ മറിയം ബീവി പ്രയോഗിച്ചത് കാരുണ്യവാനായ അല്ലാഹു എന്നാണ്. കാരുണ്യവാനായ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര വലിയ കഠിന ഹൃദയമുള്ള മനുഷ്യന്റെ ഉള്ളിലേക്കും ആ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ കടന്നു വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകളുടെ അടിമകളായി ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അവരോട് അല്ലാഹുവിനെ കുറിച്ച് പറയുക, അല്ലാഹുവിനെ വഴിപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുക, അവന്റെ റസൂലിനെയും നിങ്ങൾ വഴിപ്പെടുക.
വഴിപ്പെടുക. ആരെങ്കിലും എന്നെ വഴിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ വഴിപ്പെട്ടവനായി, ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചവനായി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ മക്കളോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നാം പൈസ മുടക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ, റസൂലിനെ കുറിച്ച് കേൾക്കാൻ നാം എത്ര പൈസയാണ് ജീവിതത്തിൽ ചെലവഴിക്കാറുള്ളത്? ഒരു ദിവസം ആത്മാർത്ഥമായി കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്ര ദീനി പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്? ഒരു ദിവസം ആത്മാർത്ഥമായി കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്ര ദീനി പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്? ഏതെങ്കിലും ഒരു വഴിയിലൂടെ കടന്നുപോയാൽ നാം അറിയാതെ നമ്മുടെ കാതിലേക്ക് വന്നടിക്കുന്ന പ്രഭാഷണമല്ലാതെ ആത്മാർത്ഥമായി ഒന്ന് ഇരുന്നു കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്ര പ്രസംഗം നാം കേൾക്കാറുണ്ട്? ഒരു മാസത്തിൽ ഒരു പ്രസംഗം പൂർണ്ണമായിട്ട് നമ്മൾ കേൾക്കാറുണ്ടോ? 2 മണിക്കൂറുള്ള ഒരു പ്രസംഗം ഒരു മാസത്തിൽ പൂർണ്ണമായി നാം കേൾക്കാൻ തയ്യാറുണ്ടോ? നമ്മുടെ ഭാര്യമാര് കേൾക്കാറുണ്ടോ? നമ്മുടെ മക്കള് കേൾക്കാറുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ വീടുകളിൽ നാം വരുത്താറുണ്ടോ? ആലോചിക്കേണ്ട വിഷയം. ബാക്കിയുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും നമ്മൾ പൈസ മുടക്കാറുണ്ട്. നല്ല പാചകം പഠിക്കാൻ പാചകവുമായി ബന്ധപ്പെട്ട പുസ്തകം നാം വരുത്തും. സ്ത്രീകൾ നന്നാവാൻ വേണ്ടി അവരുമായി ബന്ധപ്പെട്ട അവരുടെ പേരിലുള്ള പുസ്തകങ്ങൾ നമ്മൾ വരുത്തും. നോവല് വായിച്ചാസ്വദിക്കാൻ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ വരുത്തും. എന്നാൽ ആത്മാർത്ഥമായി ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണം നമ്മുടെ വീടുകളിൽ എത്ര പേര് കൃത്യമായിട്ട് വരുത്തുന്നുണ്ട്? 1000 പേരുണ്ടെങ്കിൽ 1000 പേരിൽ 10 പേർ, അല്ലെങ്കിൽ 1000 പേരിൽ 5 പേർ. ഒരു അൽബുസ്താൻ നമ്മുടെ മദ്രസകളിലൊക്കെ കുട്ടികൾക്ക് അറിയാവുന്ന ഒരു പുസ്തകമാണ് അൽബുസ്താൻ, അല്ലെങ്കിൽ അൽ-നസീം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇസ്ലാമിക വാസിക. ഇത് വരുത്തുന്ന എത്ര വീടുകൾ നമ്മുടെ മഹല്ലുകളിലുണ്ട്? സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും ആത്മാർത്ഥമായി കേൾക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ നാം സൃഷ്ടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. അള്ളാഹു ആരാണ്, റസൂൽ ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം അവർക്കില്ല. നമ്മുടെ ഭാര്യമാരോട് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ചോദിച്ചാൽ അവർക്ക് കൃത്യമായ മറുപടിയില്ല. നമസ്കരിക്കുന്നുണ്ട്, നമസ്കാരം കൊണ്ട് മാത്രം കാര്യമുണ്ടോ? നോമ്പ് പിടിക്കുന്നുണ്ട്, നോമ്പ് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ആ നമസ്കാരവും നോമ്പും ശരിയാകണമെങ്കിൽ ആ നമസ്കാരവും നോമ്പുമായി ബന്ധപ്പെട്ട അറിവാദ്യം ഉണ്ടാവണം. അറിവില്ലാതെയുള്ള നമസ്കാരം അത് ഫലശൂന്യമാണ്. അറിവില്ലാതെയുള്ള നോമ്പ് അത് ഫലരഹിതമാണ്. അറിവില്ലാതെയുള്ള ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു ഗുണവുമില്ലാത്തതാണ്. അതുകൊണ്ട് ആദ്യം ദീനുമായി ബന്ധപ്പെട്ട ഇൽമ നമ്മൾ പഠിക്കുക. അള്ളാഹുവിനെ സ്നേഹിക്കാൻ പര്യാപ്തമായ അറിവുകളുമായി നാം സമ്പർക്കം പുലർത്തുക. നമ്മുടെ മക്കൾക്ക് അതിനുള്ള സാഹചര്യം വെച്ചു കൊടുക്കുക. നമ്മുടെ വീടുകളിൽ ടിവികൾ ഉണ്ടെങ്കിൽ ആ ടിവികൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വീടുകളിൽ ഓഡിയോ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ആ ഓഡിയോ സംവിധാനങ്ങൾ വഅദ് കേൾക്കുന്നതിന് വേണ്ടി, പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വീടുകളിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ആ സംവിധാനം ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുക. രാവിലെ സുബഹിക്ക് ശേഷം വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ഒരറിവ് പോലും പഠിക്കാതെ നീ കടന്നു പോവരുതേ. കിടക്കുന്ന സമയത്ത് ദീനുമായി ബന്ധപ്പെട്ട അറിവ് കേൾക്കാതെ നീ കിടന്നുറങ്ങരുതേ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങളുമായി ബന്ധപ്പെടാതെ സമയം നഷ്ടപ്പെടുത്തുന്ന ആളുകളോട് എനിക്ക് വല്ലാത്ത വെറുപ്പാണ് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ദുനിയാവിന്റെ കാര്യം ചെയ്യൂല, ആഖിറത്തിന്റെ കാര്യം ചെയ്യൂല. അതുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെടാനും പ്രവാചകനെ അനുസരിക്കാനും പര്യാപ്തമായ അറിവുകളെ കുറിച്ച് അന്വേഷിക്കുക. ഫിത്ന ഫസാദുകളിൽ നിന്നും നമ്മൾ പിന്മാറി നടക്കുക. അത് പറയുന്ന ആളുകളോട് പറയരുതേ സഹോദര, അതിന്റെ